CPIM വിട്ട് പുറത്തുപോയവർ ജയിച്ചത് പ്രധാനപ്പെട്ട കാര്യമായി കരുതേണ്ടതില്ല എന്ന് പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ. ധർമ്മടത്ത് ആദ്യ മണിക്കൂറുകളിൽ പിണറായി പിന്നിൽ പോയതിൽ റൗണ്ടുകളെക്കുറിച്ച് പരിശോധിക്കേണ്ടതില്ല. എല്ലാ വർഗീയതയും ശക്തിപ്പെട്ട ഒരു ജനവിധിയാണ് കേരളത്തിൽ ഉണ്ടായത്. ഈ ജനവിധിയുടെ ഉത്തരവാദിത്തം പിണറായി എന്ന വ്യക്തിക്കല്ല എന്നും എ വിജയരാഘവൻ പറഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സൂക്ഷ്മ വശങ്ങൾ പരിശോധിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാൻ പോകുന്ന പ്രതിഫലനങ്ങളെക്കുറിച്ചാണ് നമ്മളെപ്പോഴും പരിശോധിക്കേണ്ടി വരിക. കേരള രാഷ്ട്രീയത്തിൻ്റെ വർഗപരമായ ഉള്ളടക്കത്തിൽ വലിയ വ്യത്യാസമുണ്ടാക്കുന്ന ഒരു ജനവിധിയാണത്. നമുക്കെല്ലാം അറിയുള്ളതുപോലെ തന്നെ രാഷ്ട്രീയ സാമുദായിക ചേരുവകൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഘടനയിൽ നല്ല സ്വാധീനം ചെലുത്താറുണ്ട്. എല്ലാ വർഗീയതയും ശക്തിപ്പെട്ടിട്ടുള്ള ഒരു ജനവിധിയാണ് ഇപ്പോൾ കേരളത്തിലുണ്ടായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, ഈ പരാജയം ബോധ്യപ്പെടുത്തുക എന്നത് വലിയ പ്രയാസമാണെന്ന് തോന്നുന്നു. കാരണം ഇപ്പോഴും ഈ വർഗീയത എല്ലാവരും ഒന്നിച്ചുള്ള പരാജയമാണ് എന്നതൊക്കെ വിജയരാഘവൻ പറയുമ്പോൾ കോട്ടകളിൽ എങ്ങനെയാണ് വോട്ടുകൾ ചോർന്നത് എന്നതുകൂടി അറിയേണ്ടതുണ്ട്. രുചിഷ്, CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള എ വിജയരാഘവന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം ഈ പരാജയത്തെ സംബന്ധിച്ചുകൊണ്ട് ചില സൈദ്ധാന്തിക വശങ്ങൾ തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ ഫലത്തിന് ഉള്ള കാരണം വർഗീയത എന്നുള്ളത് തന്നെയാണ്. എല്ലാ വർഗീയ ശക്തികളെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് UDF നേടിയ ജയമാണ് എന്നുള്ളതാണ് വിജയരാഘവൻ പറഞ്ഞു വെക്കുന്നത്. അതായത് ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം നടന്നത് ചില സ്ഥാപിത താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് അനുകൂലമായി UDF പ്രവർത്തിച്ചതിനാലാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തിച്ചതിനാലാണ്. അത്തരത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF നേരിട്ടത്. അല്ലെങ്കിൽ അതിൻ്റെ ഫലത്തിലേക്ക് വരുമ്പോൾ ആ നിലയിലുള്ള ആനുകൂല്യം UDFന് ജയിച്ചു എന്നുള്ളത് തന്നെയാണ്. സാമൂഹിക അന്തരീക്ഷത്തിൽ UDFന്റെ വർഗീയതയുമായി സന്ധി ചെയ്യുന്ന സാഹചര്യങ്ങളടക്കം ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, അതോടൊപ്പം തന്നെ ഈ പാർട്ടി വിട്ട് UDFനൊപ്പം ചേർന്ന് വിജയിച്ച ആളുകളുടെ കാര്യത്തിൽ അതൊരു ആശങ്കപ്പെടുത്തുന്നില്ല CPMനെ സംബന്ധിച്ച് എന്നുള്ളതും രാഘവൻ പറയുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പകുതിയിലധികം റൗണ്ടുകളിൽ ധർമ്മടത്ത് പിറകിൽ പോയത് അതത്ര കാര്യമാക്കേണ്ടതില്ല. അവസാന ഫലം വരുമ്പോൾ കംഫർട്ടബിൾ മെജോറിറ്റിയിലാണ് പിണറായി വിജയൻ ജയിച്ചത് എന്നുള്ളതും പറയുന്നു. ഏതായാലും പരാജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള താത്വികമായ ചില പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിലും ആ പരാജയത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്നുണ്ട്. അതിൽ CPM കടുത്ത നിരാശയിലാണെന്ന് അദ്ദേഹത്തിൻ്റെ ശാരീരിക ഭാഷയടക്കം പറയുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ചില കൂടിയാലോചനകൾ നടത്തും, തിരുത്തലുകൾ വരുത്തും. ഏതൊക്കെ നിലയിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ സ്വീകരിക്കും. വരുന്ന ദിവസങ്ങളിൽ ചേരുന്ന പാർട്ടി യോഗങ്ങളിൽ ഇത് സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തും. പക്ഷേ ആ തോൽവിയുടെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, സംഘടനയാണ് മത്സരിച്ചത്, ആ പാർട്ടി എന്നുള്ള നിലയിലാണ് മത്സരിച്ചത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കളോ അടക്കം ഇത്തരത്തിലുള്ള പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതില്ല എന്നുള്ളതും വിജയരാഘവൻ പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയിട്ടുള്ള പ്രൊഫസർ ആർ ബിന്ദു മത്സരിച്ച ഇരിങ്ങാലക്കുടയിൽ BJPയുടെ വോട്ട് UDFന് അനുകൂലമായി പോയിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ഇക്കാര്യത്തിലുള്ള വിശദീകരണങ്ങൾ നടത്തുന്നത്. രുചിഷ്.